ഇനി തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂർ പൂങ്കുന്നത്തെ 30-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ തർക്കം. 45 വോട്ടുകൾ അനധികൃതമായി ചേർത്തിയെന്നാരോപിച്ചാണ് തർക്കമുള്ളത്. സബ് കളക്ടർ ബൂത്തിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, നേരത്തെ തന്നെ അവിടെ ഈ അനധികൃത വോട്ട് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉയർന്നു വന്നതാണ്. ഇന്നലെ TN പ്രതാപൻ MP ഇത് സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു സംഭവമാണോ ഇപ്പോഴുണ്ടായിരിക്കുന്നത്? ഈ വിഷയം തീർച്ചയായും കഴിഞ്ഞ ദിവസം കോൺഗ്രസും അതുപോലെ LDF UDF ഇരു വിഭാഗം ആളുകളും ഈ സമാന രീതിയിലുള്ള തർക്കം ഉന്നയിച്ചിരുന്നു. പൂങ്കുന്നത്തെ ഒരു ഫ്ളാറ്റിൽ 73ഓളം വോട്ടുകൾ അനധികൃതമായി ചേർത്തി എന്നാരോപിച്ചായിരുന്നു അത്തരത്തിലൊരു തർക്കവും പരാതിയും ഒക്കെ അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. കളക്ടർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇരു വിഭാഗം LDF UDF പരാതി നൽകിയിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ പൂങ്കുന്നം മരിശ്രീ സ്കൂളിലും ഈ തർക്കം ഉണ്ടായത്. ഇവിടെ ഈ ബൂത്തിൽ 30-ാം നമ്പർ ബൂത്തിൽ 45ഓളം ഇത്തരത്തിൽ അനധികൃതമായി ചേർത്ത വോട്ടുകൾ ഉണ്ടെന്നാണ് LDF UDF ആരോപിക്കുന്നത്. ഈ അനധികൃതമായി ചേർത്തിയ 45ഓളം വോട്ടുകളിൽ ഒരാൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ചലഞ്ചിങ് വോട്ടാണെന്ന് ബൂത്തിലുള്ള മുന്നണികളുടെ ആളുകൾ പറഞ്ഞെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസർ അതുപോലെയൊക്കെ അത് വോട്ട് ചെയ്യാൻ അനുവദിച്ചു എന്ന് ആരോപിച്ചാണ് തർക്കമുണ്ടായത്. ടെൻഡർ വോട്ട് ആക്കി മാറ്റണമെന്നാണ് ഈ ഇരു വിഭാഗങ്ങളും ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ആവശ്യം പ്രിസൈഡിംഗ് ഓഫീസർ അംഗീകരിച്ചില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ചേർക്കപ്പെട്ട ആളുകളുടെ 2 വോട്ടുകൾ കൂടി വോട്ട് ചെയ്യാനായി രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇതോടെയാണ് തർക്കം ഉടലെടുത്തത്. ഈ തർക്കം നിലനിൽക്കുന്ന ഈ സമയത്ത് മറ്റു വോട്ടർമാർ എല്ലാവരും നീണ്ട ക്യൂ അതിൽ തുടരുകയാണ്. വോട്ട് ചെയ്യാനാകാതെ വോട്ടിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തർക്കം വഷളാവുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി ഈ ചെയ്ത വോട്ടുകൾ മാറ്റിവെച്ച് അതിൽ പിന്നീട് അത് ആ ചെയ്ത വോട്ടുകളെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഡർ വോട്ടാക്കി മാറ്റണം എന്നുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് ആലോചിക്കാം എന്ന ഒരു ഒത്തുതീർപ്പിൽ ഇപ്പോൾ വോട്ടിംഗ് ഇപ്പോൾ പുനരാരംഭിച്ചത്. എന്തായാലും ഇത്തരത്തിൽ പൂങ്കുന്നം മരിശ്രീ സ്കൂളിന് സമീപത്തുള്ള ഒരു ഫ്ളാറ്റിൽ തന്നെയാണ് ഈ 45 വോട്ടുകൾ അനധികൃതമായി ചേർത്തതെന്നാണ് UDF അതുപോലെ LDF ആളുകളും പ്രതിനിധികൾ ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള വോട്ടുകൾ ഇനിയും കൂടെ ചെയ്യാൻ വരികയാണെങ്കിൽ അത് തടയും എന്ന് തന്നെയാണ് ഇരുവിഭാഗവും പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം LDF VS സുനിൽകുമാർ ഇന്നലെ വൈകിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടത്. ഇതിൽ വളരെ രൂക്ഷമായി തന്നെയാണ് ഇത്തരത്തിൽ വോട്ടുകൾ സ്ഥലത്ത് താമസക്കാരോ അത്തരത്തിൽ ആരുമില്ലാത്ത ഫ്ളാറ്റുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളിൽ താമസിക്കുന്നതായി കാണിച്ച് നിരവധി വോട്ടുകളാണ് ഇത്തരത്തിൽ തൃശ്ശൂരിലെ വിവിധ മേഖലകളിലെ ഫ്ളാറ്റുകളിൽ ചേർത്ത് വെച്ചിട്ടുള്ളതെന്നാണ് ഇരുവിഭാഗം ആരോപിച്ചത്. അതിനെ ഫലവത്താക്കുന്ന വണ്ണം അല്ലെങ്കിൽ അതിനെ സ്ഥിരീകരിക്കുന്ന വണ്ണമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള തർക്കം. എന്തായാലും അത് രേഖപ്പെടുത്തിയ ഒരു വോട്ടും രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ 2 ആളുകളുടെ പേരുകളും അത്തരത്തിലുള്ള ഒരു വോട്ട് ചെയ്യാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഉടലെടുത്തോടപ്പോൾ വോട്ടിംഗ് പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വോട്ടിംഗ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ലിബീഷ്. ശരി അനീഷ്, മറ്റൊരു കാര്യം, ഈ ഒരു തർക്കമൊക്കെ ഒഴിച്ചു നിർത്തിയാൽ തൃശ്ശൂരിലെ പോളിംഗ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റിടങ്ങളിലെല്ലാം സമാധാനപരമായാണോ വോട്ടിംഗ്? തീർച്ചയായും നിബീഷ്, തൃശ്ശൂരിൽ മികച്ച പോളിംഗ് തന്നെയാണ്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണ് വോട്ടർമാരുടെ കാണാനായത്. മാത്രമല്ല, ഇപ്പോൾ 11 മണി കഴിഞ്ഞ സമയം. എന്തായാലും 24-25% പോളിംഗ് ഇപ്പോൾ തന്നെ ഈ 11 മണിക്കുള്ളിൽ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ്. നേരത്തെ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ പൊതുജനങ്ങൾ പറയുന്നത് പോലെ ത്രികോണ മത്സരം തന്നെയാണ് തൃശ്ശൂർ എന്ന് വേണം നമുക്ക് ഇത്തരത്തിൽ ശക്തമായ പോളിംഗിലൂടെ മനസ്സിലാക്കാം. എന്തായാലും ഇരു വിഭാഗങ്ങളും 3 കൂട്ടരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. എന്തായാലും പല സ്ഥാനാർത്ഥികളും വിജയിച്ചാലും അതൊരു ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുമെന്നൊരു സാധനം അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു കാര്യം അവർ തന്നെ സമ്മതിക്കുന്നു. അതായത് മികച്ച പോളിംഗ് തന്നെയാണ് എന്നത് വേണം നമുക്ക് ഈ മനസ്സിലാക്കാൻ. ഈ പോളിംഗ് സ്റ്റേഷനുകളിലെ ബൂത്തുകളിൽ നീണ്ട നിര കണ്ടാൽ എന്തായാലും 25% പേർ ഇപ്പോൾ ഈ 11 മണി കഴിഞ്ഞപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഔദ്യോഗികമായ കണക്കുകളുള്ളത്. എന്തായാലും മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിൽ തർക്കം ഒന്നും ഇതുവരെ അത്തരത്തിലുള്ള വാർത്തകളും ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും നിലവിലിപ്പോൾ പൂങ്കുന്നം മരിശ്രീ സ്കൂളിലെ ഈ 30-ാം നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ ഒരു തർക്കം ഉടലെടുത്തതും അതിപ്പോൾ പരിഹരിച്ച് വോട്ടിംഗ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ലിബീഷ്. ശരി, തൃശ്ശൂരിലും മികച്ച രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. പൂങ്കുന്നത്തെ 30-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ ഒരു തർക്കമുണ്ടായി. 45 വോട്ടുകൾ അനധികൃതമായി ചേർത്തിയെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. ആ തർക്കം ഇപ്പോൾ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിച്ചുവെന്നാണ് അനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആ തർക്കവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാം. ഞാൻ CPM പ്രതിനിധിയാണ്, ഗിരീഷ് കോൺഗ്രസ് ആണ്. ഞങ്ങൾ 2 പാർട്ടിക്കാരും എഴുതി കൊടുത്ത് BLOനെ കൊണ്ടുവന്ന് അത് ഐഡന്റിഫൈ ചെയ്താണ്, സ്ഥലത്തില്ലാത്ത ആളെന്നുള്ള ഐഡന്റിഫൈ ചെയ്ത് എഴുതി കൊടുത്താണ്. ഇന്നലെ തഹസിൽദാരും വില്ലേജ് ഓഫീസറും അത് വോട്ട് ഡിലീറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞാണ്. ആ വോട്ടാണ് ഇപ്പോൾ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കുന്ന നിലപാട് ശരിയല്ല. വോട്ടെടുപ്പ് തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് പോകുന്നത്.
ഞങ്ങൾക്ക് വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താൻ ആഗ്രഹമില്ല. പക്ഷേ കള്ളവോട്ട് തടയണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനാവശ്യമായ രീതിയിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണം. ഇപ്പോൾ ഈ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിൽ ഞങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്ത 30-ാം ബൂത്തിൽ നേരത്തെ ഇൻഫോം ചെയ്ത പ്രകാരം ഞങ്ങൾ 1072 വോട്ടുകൾ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് കളക്ടർക്കും എല്ലാവർക്കും എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അത് വീണ്ടും അവർ ഇലക്ഷനിൽ ഇവിടെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളത് ടെൻഡേഡ് വോട്ടാക്കണമെന്ന് വന്നു. ആ ആക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രിസൈഡിങ് ഓഫീസറും ഞങ്ങൾ AROനെ എല്ലാവരും വിവരം അറിയിച്ചിട്ടും ഇവിടെ ആൾക്കാരുടെ ഭയങ്കര തിരക്കാണ്. അത് എങ്ങനെ പരിഹരിക്കണമെന്ന് പ്രിസൈഡിങ് ഓഫീസർക്കും പറയുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ എത്രയും വേഗം ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കിയാലാണ് ടെൻഡേഡ് വോട്ട് ചെയ്തോട്ടെ, ഞങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നില്ല.